ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. കറുകടം ശ്രീ സ്വർണ്ണാത്ത് നാഗർകാവാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് കറുകടം എന്ന ഗ്രാമപ്രദേശത്ത് കാനന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കാവാണ് സ്വർണ്ണാത്ത് നാഗർകാവ്. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ കാവ് മറ്റു കാവുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. ക്ഷേത്രസന്നിധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറുകടം ശ്രീ സ്വർണ്ണാത്ത് നാഗർകാവിലാണ്. ദർശനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ശ്രീ സ്വർണ്ണാത്ത് നാഗർകാവ് കാനന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാവിൽ നാഗരാജാവും നാഗയക്ഷിയുമാണ് പ്രധാന പ്രതിഷ്ഠ. ഈ കാവിൽ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാഗരാജാവിനെയും നാഗയക്ഷി അമ്മയെയും ഒരു ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. വിഷ്ണു, ദുർഗ, ശാസ്താവ്, ഭദ്രകാളി, കിരാതമൂർത്തി എന്നിവർ ഉപപ്രതിഷ്ഠകളായി ഈ ക്ഷേത്രത്തിലുണ്ട്. കാനന മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്വർണ്ണാത്ത് നാഗർകാവിൽ സർപ്പപ്പുറ്റിനകത്ത് സ്വർണ്ണവർണ്ണ പ്രഭയോടെ നാഗരാജാവിനെയും നാഗയക്ഷിയെയും നമുക്ക് കാണുവാനാകും എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. ഈ അത്ഭുത ദർശനത്തിനായി നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. അതുമാത്രമല്ല, ഈ സർപ്പപ്പുറ്റിൽ ദേവീ ദേവരൂപങ്ങൾ തെളിയുന്ന ലോകത്ത് ഒരു ക്ഷേത്രത്തിലും കാണാനാവാത്ത അത്ഭുത പ്രതിഭാസം ഈ കാവിൽ ഭക്തജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ശക്തിയുള്ള, ഇത്രയും ചൈതന്യമുള്ള ഈ കാവിൽ നാഗപഞ്ചമി പൂജ നടത്തിവരുന്നു. എല്ലാ മാസത്തിലും അതിപ്രാധാന്യത്തോടെ നാഗപഞ്ചമി പൂജ നടത്തുന്ന കേരളത്തിലെ ഏക കാവ് എന്ന പ്രത്യേകതയും ഈ കാവിനുണ്ട്. എന്താണ് നാഗപഞ്ചമി പൂജ? എന്താണ് നാഗപഞ്ചമി ദിനം? നാഗപഞ്ചമി പൂജയെക്കുറിച്ചും നാഗപഞ്ചമി പൂജയുടെ ഫലസിദ്ധിയെക്കുറിച്ചും നിങ്ങളുടെ അറിവിലേക്കായി പറയാം. ക്ഷേത്രസന്നിധി. 1000 ആയില്യം പൂജയ്ക്ക് തുല്യമാണ് നാഗപഞ്ചമി പൂജ. ആജന്മ ശത്രുക്കളായ ഗരുഡനും നാഗങ്ങളും മിത്രങ്ങളായി തീരുന്ന ദിനമാണ് നാഗപഞ്ചമി ദിനം. കൂടാതെ സർപ്പപ്പുറ്റിനകത്ത് സർപ്പരൂപിയായി തീർന്ന ശ്രീമുരുകൻ്റെ മോചനത്തിനായി ശ്രീപാർവതി ദേവി ഷഷ്ടിവ്രതം നോറ്റ തലേ ദിവസം നാഗപഞ്ചമി ദിനമാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ദിനമാണ് നാഗപഞ്ചമി ദിനം. ഈ ദിനത്തിൽ നടത്തിവരുന്ന നാഗപഞ്ചമി പൂജ സ്വർണ്ണാത്ത് നാഗർകാവിൽ വാണരുളുന്ന നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും പ്രധാന വഴിപാടാണ്. ഈ നാഗപഞ്ചമി പൂജ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന് ശത്രുദോഷം ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം. കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസവും അനുഭവവും. അതുകൊണ്ട് തന്നെ ഈ നാഗപഞ്ചമി പൂജയിൽ പങ്കെടുക്കുന്നതിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ കാവിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നാഗപഞ്ചമി പൂജ നടത്തപ്പെടുന്ന
ഏക ക്ഷേത്രമാണ് സ്വർണ്ണത്ത് നാഗർക്കാവ്. അതായത് എല്ലാ മാസവും പഞ്ചമി ദിനത്തിൽ, കർത്തവാവ് കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിനമായ പഞ്ചമി ദിനത്തിൽ നാഗപഞ്ചമി പൂജ നടത്തപ്പെടുന്ന ഏക ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ സ്വർണ്ണത്ത് നാഗർക്കാവ് ക്ഷേത്രമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൂജയാണ് നാഗപഞ്ചമി പൂജ. പ്രതിഷ്ഠയോ മറ്റൊന്നുമില്ലാതെ പത്മമിട്ട് നാഗങ്ങളെ ആവാഹിച്ച് നൂറും പാലും നടത്തി നാഗപഞ്ചമി പൂജയായി ഇവിടെ നടത്തപ്പെടുന്നു. ഇതുകൂടാതെ വിഷ്ണു, ശിവൻ, ശാസ്താവ്, ദുർഗ, ഭദ്രകാളി എന്നിവയ്ക്കും ഇവിടെ പൂജ ചെയ്യുന്നു. എങ്കിൽ തന്നെയും നാഗരാജാവിനും നാഗേക്ഷിക്കുമാണ് നാഗപഞ്ചമി പൂജ നടത്തപ്പെടുന്നത്. പഞ്ചമി ദിവസത്തിൽ നാഗപഞ്ചമി പൂജ നടത്തപ്പെടുന്നു. നാഗപഞ്ചമി പൂജ അതിവിശിഷ്ടമായ ഒരു പൂജയാണ്. കുടുംബ ദുരിതങ്ങൾക്കും സർപ്പ ദുരിതങ്ങൾക്കും വിശിഷ്ടമാണ് നാഗപഞ്ചമി പൂജ. നാഗപഞ്ചമി പൂജ നടത്തപ്പെടുന്ന സത്സന്താന ലബ്ധിക്കും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് വിവാഹം നടത്തുവാനും അതുപോലെ സമ്പദ് സമൃദ്ധിക്കും അത്യുത്തമമാണ്. കുടുംബദോഷങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നാഗപഞ്ചമി പൂജ. ഇതുകൂടാതെ ഇവിടെ നടത്തുന്ന ഒരു വിശിഷ്ട വഴിപാടാണ് കാര്യസിദ്ധി നെയ്വിളക്ക്. എല്ലാ ദേവീദേവതകൾക്കും നെയ്വിളക്ക് സമർപ്പിച്ച് ഇഷ്ടകാര്യസിദ്ധിക്ക് അത്യുത്തമമായി അത് കരുതപ്പെടുന്നു. ഓരോ ഭക്തജനങ്ങൾക്കും അവരവരുടെ ഇഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ഈ വഴിപാട് നടത്തപ്പെടുന്നു. ഇതുകൂടാതെ ഇവിടുത്തെ ഭദ്രകാളിക്ക് കൈവെട്ട ഉരുതി രോഗനിവാരണത്തിനും അതുപോലെ തന്നെ ദുരിത നിവാരണത്തിനും ഏറ്റവും വിശിഷ്ടമാണ് കൈവെട്ട ഉരുതി. അത് ഭദ്രകാളിക്ക് നടത്തപ്പെടുന്നു. സ്വർണ്ണത്ത് നാഗർക്കാവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നിത്യപൂജയില്ല. ഇവിടെ പഞ്ചമി ദിനത്തിൽ, അതായത് കർത്തവാവ് കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിവസമായ പഞ്ചമി ദിനത്തിലാണ് ഈ പറഞ്ഞ വഴിപാടുകൾ ഇവിടെ നടത്തപ്പെടുന്നത്. അതിൽ ഏറ്റവും വിശിഷ്ടമായ വഴിപാടായ നാഗപഞ്ചമി പൂജ നമ്മൾ ഇതേ ദിനത്തിൽ നടത്തുന്നതുകൊണ്ട് അതിൽ വിശിഷ്ടമായ ഫലങ്ങൾ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഇവിടെ കിരാതമൂർത്തി പൂജയും മഹാദേവന് നടത്തപ്പെടുന്നു. ഈ സ്വർണ്ണത്ത് നാഗർക്കാവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൂർത്തിയില്ലാതെയുള്ള പൂജയാണ്. മൂർത്തിയില്ലാതെ പത്മമിട്ട് നാഗങ്ങളെ ആവാഹിച്ചാണ് ഇവിടെ നാഗപഞ്ചമി പൂജ നടത്തപ്പെടുന്നത്. നാഗപഞ്ചമി പൂജ നടത്തിയ പല ദിനങ്ങളിലും പ്രത്യക്ഷത്തിൽ നാഗ സാന്നിധ്യം ഉണ്ടായതായി ഇവിടെ പല ഭക്തജനങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ട് അറിയാം. സ്വർണ്ണത്ത് നാഗർകാവിൽ ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും ഈ കാവിനെക്കുറിച്ചും ഈ കാവിൽ ദർശനം നടത്തിയ ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ചും ഏറെ പറയുവാനുണ്ട്. ഞാനിവിടെ ഈ കാവിൻ്റെ അടുത്ത് താമസിക്കുന്നത്. ഇവിടെ മിക്കവാറും വരുന്നുണ്ട് ഞങ്ങളെല്ലാവരും. ഇവിടെ അടുത്തുള്ളവരൊക്കെ എപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യം വന്ന് പൂജയിൽ പങ്കുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും പൂജയും വഴിപാടുമായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ നാഗരാജാവിൻ്റെയും നാഗേശ്വരിയമ്മയുടെയും സാന്നിധ്യം പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്. നല്ല അനുഭവങ്ങളാണ്. നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച വളരെ ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. എല്ലാവരും കാര്യസിദ്ധി നെയ്വിളക്കാണ് ഇവിടെ പ്രധാന വഴിപാട്. പ്രാർത്ഥിച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുവിധം നടക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സർപ്പദോഷങ്ങൾ, ആളുകൾക്ക് കാലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വഴിപാടിന് ശേഷം മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കാലിന് സുഖമില്ലാതെ 12 വർഷം ചികിത്സിച്ചതാണ്. പോകാത്ത ആശുപത്രികളില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ ഇവിടെ പാട്ട് പാടുന്ന ഉഷ പറഞ്ഞാണ് ഞാനിവിടെ വന്ന് എത്തപ്പെട്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഗുരുതി വെള്ളവും കുടിച്ച് ഇവിടുത്തെ എൻ്റെ ശക്തിക്കൊത്ത വഴിപാടും കഴിച്ച് അങ്ങനെ 3 മാസം കൊണ്ട് എൻ്റെ കാല് ശരിക്കും സുഖമായി. ഇപ്പം എനിക്ക് കാലിന് അസുഖമൊന്നുമില്ല. ഇപ്പം എനിക്ക് വിശ്വാസമാണ്. ഞാൻ എല്ലാ മാസത്തിലും വരും. മാസത്തിലൊരിക്കലുള്ള പൂജയ്ക്ക് ഞാൻ പങ്കെടുക്കാറുണ്ട്. 5-6 മാസം മുമ്പ് എൻ്റെ എല്ലാം ചൊറിഞ്ഞ് തടിച്ച് ഭയങ്കര ഭയാനമായ നീര് പോലെയെല്ലാം വന്നിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയി. ഡോക്ടർ പറഞ്ഞ് എല്ലാ ടെസ്റ്റും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കുറേ മരുന്നൊക്കെ കഴിച്ചിട്ടും കുറഞ്ഞില്ല. അത് കഴിഞ്ഞ് എല്ലാ ടെസ്റ്റും പറഞ്ഞു വിട്ടിട്ട് ഞാനിവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞു എൻ്റെ അസുഖം മാറ്റി തരുവാണെങ്കിൽ 3 മാസം അടുപ്പിച്ച് ഭഗവാന്റെ അടുത്ത് വന്നേക്കാമെന്ന് പറഞ്ഞു. വന്ന ആ മാസം തന്നെ 100 പാലും കഴിച്ചു. പിറ്റേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മേത്ത ചൊറിച്ചിലും തടിപ്പും എല്ലാം മാറി. അതിനിപ്പോൾ 3 മാസം അടുപ്പിച്ച് ഇപ്പോൾ 2-ാമത്തെ മാസം ഞാൻ വന്നേക്കണേ. എനിക്കങ്ങനെ ഒരു അനുഭവം കിട്ടി. നല്ലൊരു ശക്തിയുള്ളൊരു കാവാണ്. ഇവിടെ 100 പാലും കൊടുക്കുന്ന സമയത്ത് പൊത്തിന്ന് ഇറങ്ങി വന്ന് നിൽക്കണ ആൾക്കാർ തല നീട്ടിയിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കസാരയിൽ വന്ന് ഒരു സർപ്പം അങ്ങനെ ഇരുന്നു.
എല്ലാവരും ഓടി വന്നപ്പോഴത്തേക്കും കുറേ നേരം മേടിച്ച് നിന്നു. അത് കഴിഞ്ഞ് പതുക്കെ തിരുമേനി പറഞ്ഞു അതങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കണ്ടു. അത് പതുക്കെ അങ്ങ് പോയി. പിന്നെ ഒരു ദിവസം ഒരു സർപ്പം പറന്ന് വന്നൊരു മരത്തേലിരുന്നു. അതും ഞങ്ങളെല്ലാവരും കണ്ടു. അതും കുറേ നേരം കഴിയുമ്പോൾ അതങ്ങ് പോയി. അങ്ങനെ പല ആളുകളും ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ പൂജയൊക്കെ തുടങ്ങി പിന്നെ അങ്ങനെ ഇപ്പോൾ സാന്നിധ്യം കാണാറില്ല. അതിനു മുമ്പ് ഇഷ്ടംപോലെ എല്ലാവരും തന്നെ കാണുമായിരുന്നു. അങ്ങനെ ഒരു സർപ്പ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എന്ത് കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് അനുഭവം തരുന്ന ഒരു അമ്പലമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കാവിൽ വന്ന് ഞാൻ എൻ്റെ ചേട്ടന് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോൾ മുതൽ പരിശോധിച്ചു നോക്കിയില്ല. എന്നാൽ തന്നെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ടും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു. കൊച്ചിനോട് ഞാൻ ഇവിടെ ഒരു വഴിപാട് കഴിക്കാൻ പറഞ്ഞു. ആ വഴിപാട് കഴിച്ച പിന്നെ നാഗപഞ്ചമി പൂജ കഴിച്ച പിന്നെ മുതൽ പിന്നെ ട്യൂമർ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഈ അമ്പലത്തിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഇത് കിട്ടിയത്. എനിക്ക് എന്ന് പറയാൻ എനിക്ക് എന്താ പറയണേന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എനിക്ക് അത്രയും വലിയൊരു സന്തോഷം എനിക്ക് ഈ ഇവിടെ നിന്ന് കിട്ടിയത്. എനിക്ക് ഈ ഭഗവാനാണ് എനിക്ക് ഏറ്റവും നല്ലൊരിത് തന്നത്. അതുപോലെ തന്നെ എനിക്ക് സ്ഥലം വിറ്റിട്ട് പൈസ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നടന്നതാണ്. പക്ഷേ ഞാനിവിടെ തിരുമനസിനെ വന്ന് കണ്ടു. ഈ നാഗർകാവിൽ വന്ന് ആ തിരുമനസിനെ കണ്ടു. തിരുമനസിനോട് ഞാൻ ചോദിച്ചു എനിക്ക് കിടക്കാൻ ഇതുവരെയായിട്ടൊരു വീടായില്ല, ഞാൻ വാടകയ്ക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തിരുമനസ് എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞിട്ട് തിരുമനസ് പറഞ്ഞു ചേച്ചി ഒന്നും പേടിക്കണ്ട, ഈ ഇവിടെ നിന്ന് വഴിപാട് കഴിച്ചാൽ മതി, ചേച്ചിക്ക് എല്ലാം നല്ലൊരു സ്ഥലം കിട്ടും. ഞാനാ പറയുന്നത് ഈ ഭഗവാനെ ചേച്ചി വിശ്വസിച്ചു നല്ലൊരു ഇത് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ വഴിപാട് കഴിച്ചു, എനിക്ക് പറ്റുന്ന വഴിപാട് കഴിച്ചു. ഞാൻ ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് നല്ലൊരു സ്ഥലം, എനിക്ക് മനസ്സിന് ഇണങ്ങിയൊരു നല്ലൊരു സ്ഥലം ചെറുകുന്നം ഭാഗത്ത് നല്ലൊരു സ്ഥലം കിട്ടി. അപ്പം ഞാൻ പണി എനിക്ക് തുടങ്ങി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ട്. ഭഗവാൻ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നാണ് ഞാൻ ഇത്രയെല്ലാം ചെയ്ത് എനിക്കിത്. അപ്പം ഇന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് അത് സാക്ഷ്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നു പറഞ്ഞു. സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ പോകുന്നത്. ഈ കാവിനെ കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ ഈ കാവിൽ വന്ന് എന്തെങ്കിലും ദോഷങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഇവിടെ വന്ന് വഴിപാട് കഴിച്ചാൽ പറ്റുന്ന വഴിപാട്, ഒരുപാട് വഴിപാട് അല്ലെങ്കിൽ വാരിക്കോരി ഒന്നും കൊടുക്കണ്ട ഭഗവാന്. അത് പറ്റുന്ന വഴിപാട് കൊടുത്ത് ഇവിടെ ഈ കാവിൽ വന്ന് നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ നല്ലൊരു വിഷമതയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ സ്വർണ്ണാത്ത് നാഗർകാവിൽ വന്ന് പൂജ കഴിച്ച് പറ്റുന്ന വഴിപാട് കഴിച്ചാൽ അതിന് ഗുണം കിട്ടും, നല്ല ഉറപ്പ് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പറ്റുന്നവർ എല്ലാവരും വന്ന് എവിടെയുള്ള ആൾക്കാരായാലും ഇവിടെ വന്ന് വഴിപാട് കഴിച്ചാൽ അതിനുള്ള ഫലം കിട്ടുമെന്ന് ഉറപ്പാണ്. അതെനിക്ക് വിശ്വാസമാണ്. സ്വർണ്ണാത്ത് നാഗർകാവിലെ ഉത്സവം ചിങ്ങമാസത്തിലെ നാഗപഞ്ചമി ദിനത്തിലാണ് ആഘോഷിച്ചു വരുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. സ്വർണ്ണാത്ത് നാഗർകാവിലെ ഉത്സവം ചിങ്ങമാസത്തിലെ നാഗപഞ്ചമി ദിനത്തിലാണ് നടത്തി വരുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം വിനായക ചതുർത്ഥിയുടെ അന്ന് കാഴ്ചക്കൊല സമർപ്പണം നടത്തി വരാറുണ്ട്. കൂടാതെ ഗണപതിക്ക് വിശേഷ പൂജകളും നടത്തി വരാറുണ്ട്. 2ാം ദിവസമായ നാഗപഞ്ചമി ദിനത്തിൽ വിശേഷ പൂജകളും വൈകുന്നേരം കലാപരിപാടികളും നടത്തി വരാറുണ്ട്. ഇവിടെ ഈ ഉത്സവത്തിന് നിരവധി ഭക്തജനങ്ങൾ കൂടി വരാറുണ്ട്. ഈ സ്വർണ്ണാത്ത് നാഗർകാവ് ഒരത്ഭുതമായി ഇവിടെ നിലകൊള്ളുകയാണ്. ഈ അത്ഭുത ദർശനം അനുഭവിച്ചറിയുവാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളാൽ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്ര ഭരണസമിതി ഭക്തജനങ്ങളോടൊപ്പമുണ്ട്. കർക്കിടം ശ്രീ സ്വർണ്ണാത്ത് നാഗർകാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ഭക്തജനങ്ങൾ സ്വദേശത്തു നിന്നും ദൂരദേശങ്ങളിൽ നിന്നും നാഗർകാവിൽ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നാഗരാജാവും നാഗേഷി ഉപദേവന്മാരും ബാലാലയ പ്രതിഷ്ഠയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉടൻ തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആദ്യ പടിയായിട്ട് ഇവിടെ നാഗരാജാവിനും നാഗേഷിക്കും
ശ്രീകോവിലും ഉപദേവന്മാർക്കുള്ള ശ്രീകോവിലും നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കരടം സ്വർണ്ണത്തുനാഗർകാവ് ഒരു കാനനക്ഷേത്രമാണ്. ഈ കാനനക്ഷേത്രം പ്രകൃതി സംരക്ഷണം കൂടിയാണല്ലോ. അപ്പോൾ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള ഒരു ചുറ്റുമതിൽ ഇപ്പം നിലവിൽ ക്ഷേത്രത്തിലില്ല. അത് ഞങ്ങളെ വല്ലാതെ ഒരു പ്രയാസപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു നല്ല ഒരു ചുറ്റുമതിൽ ഇവിടെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഊട്ടുപുര ഞങ്ങളുടെ സ്വപ്നമാണ്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ പഞ്ചമി പൂജയുടെ അന്ന് പ്രസാദ ഊട്ട് ഉണ്ട്. അത് ഭക്തജനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ട് അതിവിടെ എല്ലാ മാസവും നടന്നു പോകുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒത്തിരി ഇവിടെ പുരുഷന്മാരെക്കാളും കൂടുതൽ ഇവിടെ എത്തിച്ചേരുന്നത് സ്ത്രീ ഭക്തജനങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം ഇപ്പം നിലവിലിവിടെ ഇല്ല. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നല്ലൊരു ടോയ്ലറ്റ് സമുച്ചയം തന്നെ നിർമ്മിക്കണം എന്നാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് വീതി കുറഞ്ഞതും വളരെ ദുർഘടം പിടിച്ചതുമായിട്ടുള്ള ഒരു വഴിയാണ്. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഭക്തജനങ്ങളെല്ലാം എത്തിച്ചേരുന്ന ഏക ഒരു മാർഗം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വീതി കൂട്ടി ഒരു വാഹനമൊക്കെ വരാവുന്ന രീതിയിലേക്കുള്ള ഒരു വഴി ഉണ്ടാക്കണം എന്നുകൂടി ഞങ്ങൾക്ക് പദ്ധതിയുണ്ട്. ഈ വഴിയോട് ചേർന്ന് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലം നമുക്ക് ഈ വഴിയിലേക്ക് തരാൻ അവർ വിലയ്ക്ക് തരാൻ സന്നദ്ധമാണ്. അപ്പോൾ നമുക്ക് ഈ വഴി വാങ്ങുന്നതിനും വഴിക്ക് വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഭീമമായ തുക ആവശ്യമാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്ന ഭക്തജനങ്ങളും സുമനസ്സുകളും ചേർന്നാണ് നമ്മൾ നടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഭക്തജനങ്ങളുടെയും ഇനിയും നിങ്ങൾ ഈ പരിപാടി കേൾക്കുന്ന ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്നത് പോലെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് നിങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കാനന മധ്യത്തിൽ സ്വർണം പോലെ തിളങ്ങി സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും തൻ്റെ ഭക്തജനങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന നാഗരാജാവും നാഗയക്ഷിയും വഴുന്ന ഈ സ്വർണ്ണാത്ത് നാഗർകാവിലെത്തി നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും മറ്റു ഉപദേവതകളുടെയും നാഗപരിവാരങ്ങളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി